93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങൾ അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായതായി ലക്ഷ്മി സംശയിക്കുന്നത്? ഗൂഢാലോചനയൊന്നും എനിക്ക് പറയാനില്ല ചേട്ടാ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കാണാത്ത കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് എനിക്കുൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. ഓഗസ്റ്റ് 10 മുതൽ ഇതുവരെയുള്ള ഇത്ര ചെറിയ മാസങ്ങളേ ഉള്ളൂ. ഈ മാസത്തെ കണക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിലോടൊപ്പം തന്നെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കം സംഘടനയെ വളരെ മോശപ്പെടുത്തി എന്നൊക്കെ ചർച്ചയുണ്ടായിരുന്നു. തീർച്ചയായും ഇത് പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് ഒരു പരാജയം സംഭവിച്ചു. ഇല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി